ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാട്ടോ എണീറ്റത്. മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ചെടികളുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഉമ്മ 2 പുളിയൊക്കെ കൊടുന്നു തന്നിട്ടോ, അതൊക്കെ കഴിച്ചു. പിന്നെ വീണ്ടും മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ചെടികളുടെ ഭംഗിയൊക്കെ വീണ്ടും ഒന്ന് ആസ്വദിച്ചു. കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, മന്തി വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ചോ എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ നമ്മൾ വേഗം കിച്ചണിലോട്ട് പോയിട്ട് പിന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചിക്കനിലോട്ടൊക്കെ ഒന്ന് ഇട്ടുകൊടുത്ത് കുറച്ച് കാണാൻ കുറച്ച് ഭംഗി, കുറച്ച് കളറൊക്കെ ഒഴിച്ച് ഒന്ന് മറ്റേ ചിക്കൻ ക്യൂബൊക്കെ ഒന്ന് ഇട്ട് നന്നായി സെറ്റാക്കി നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മന്തിയുടെ മസാല ഒക്കെ ഇട്ട് നമുക്കിത് നന്നായി കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ മല്ലിച്ചപ്പിടാൻ മറന്നു പോയിട്ടാ, അതൊന്നിട്ട് എണ്ണ ഒക്കെ ഒന്ന് ഒഴിച്ച് സൺഫ്ലവറൊക്കെ ഒന്ന് ഒഴിച്ച് നന്നായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടോ. പിന്നെ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മളത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇരുപുറവും നന്നായി ഒന്ന് വെന്തിട്ട് നമ്മൾ അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴേക്കും അരി ഒന്ന് കുതിർക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തിളച്ച് വരുന്ന നേരത്തോണ്ട് നമ്മൾ അതിലേക്കുള്ള ചമ്മന്തിയും മയോണീസും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ഉമ്മ നല്ല ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കി തന്നു, അപ്പോൾ അതൊക്കെ കഴിച്ചു. നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വീട്ടിൽ വന്നാൽ മസ്റ്റായിട്ടൊരു മന്തി ഉണ്ടാക്കും കേട്ടോ. ഉണ്ടാക്കുന്നല്ല, ഉണ്ടാക്കിപ്പിക്കും. അവർക്കൊക്കെ മന്തി അത്ര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വന്നാൽ അത് ഉണ്ടാക്കും കേട്ടോ. പിന്നെ നമ്മൾ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഉപ്പിടേണ്ട ഭാഗത്താണ് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ കേട്ടോ. അതാ കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കും. ഇടണ്ടോ, ഇത്ര മതിയോ എന്നുള്ള ഒരു കൺഫ്യൂഷനാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ചോറൊക്കെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കനിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ദമ്മിടാൻ വേണ്ടിയിട്ട് നമുക്ക് റൈസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. പിന്നെ നമുക്ക് അത്യാവശ്യം ഡെക്കറേഷനൊക്കെ ആവാം. ഡെക്കറേഷൻ ഇല്ലാതെ എന്ത് മന്തിയില്ലേ. പിന്നെ നമ്മൾ കുറച്ച് കളറൊക്കെ ഒഴിച്ചു കൊടുത്തു. ചുവപ്പും മഞ്ഞയും കളറൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത്, മഞ്ഞപ്പൊടിയാണ് കേട്ടോ കലക്കി ഒഴിച്ചത്. മഞ്ഞ കളർ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടൊരു മന്തി എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് മന്തിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് മസാല ഓയിൽ മാറ്റി വെച്ചിരുന്നു, അത് ഒഴിച്ചു കൊടുത്ത് നന്നായി മൂടി വെച്ച് ദമ്മിടുക. ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നു. എന്നിട്ട് നമ്മൾ മന്തി കഴിക്കാൻ പോവാണ്. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല എൻ്റെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ ഈ തട്ടിക്കൂട്ട് മന്തി എല്ലാവർക്കും ഒന്ന് വിളമ്പി കൊടുക്കാം കേട്ടോ. ഒരു 4-5 തവണയൊക്കെ മന്തി വെച്ചതുകൊണ്ട് തന്നെ മന്തി വെക്കുന്ന കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോൾ ഇനി 2 ഫോട്ടോഷൂട്ടൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.